പിടിച്ചെടുക്കുമെന്നാണ് CPM-ന്റെ ആത്മവിശ്വാസം. നിലവിൽ രണ്ട് മുന്നണികളുടെ കോൺഫിഡൻസ് നിറഞ്ഞ പ്രതികരണം വന്നു കഴിഞ്ഞു. ഒന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ, വിശാലാക്ഷി സമേതം വിശ്വനാഥൻ ഇതാ പാലക്കാട് വിജയിക്കാൻ പോകുന്നു, NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ എന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു. അതേസമയം തന്നെ CPM-ന്റെ ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. കണക്കുകൾ നമ്മളോട് പറയുന്നത് ആവേശ പോരാട്ടത്തിനൊടുവിൽ പാലക്കാട് ജനവിധി എഴുതുമ്പോൾ 70.01% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തേക്കാൾ പോളിംഗ് ശതമാനത്തിൽ കുറവ് ആണ്. LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി P. സെനിനും NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാറും ഷാഫി പറമ്പിൽ MP ഉൾപ്പെടെയുള്ളവർ വോട്ട് രേഖപ്പെടുത്തി. വോട്ടെടുപ്പിന്റെ അവസാന മണിക്കൂറിനിടെ വെണ്ണക്കരയിലെ ബൂത്തിൽ UDF സ്ഥാനാർത്ഥിയെ തടയാൻ ശ്രമിച്ചത് സംഘർഷത്തിനുമിടയാക്കി. BJP ജില്ലാ പ്രസിഡന്റ് ഇരട്ട വോട്ട് ആരോപിച്ച് 73-ാം നമ്പർ ബൂത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ സംഘടിച്ചെത്തിയെങ്കിലും പക്ഷേ ജില്ലാ പ്രസിഡന്റ് KM ഹരിദാസ് വോട്ട് രേഖപ്പെടുത്തിയില്ല. നമുക്ക് ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി ഒന്ന് കണ്ടുവരാം. അതോടൊപ്പം തന്നെ ഇപ്പോൾ വിവിധ ഇടങ്ങളിൽ നിന്ന് നമ്മുടെ പ്രതിനിധികൾ തത്സമയം ചേരുന്നുണ്ട്. അല്ലമീൻ UDF-ന്റെ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിൽ നിന്ന് ചേരും. TV പ്രസാദ് മാത്തൂർ ഈസ്റ്റ് സ്കൂളിൽ നിന്ന് ചേരും. MM രാകേഷ് മാത്തൂർ ബംഗ്ലാവ് സ്കൂളിൽ നിന്ന് ചേരും. നമുക്ക് ഓരോ ഇടങ്ങളിലേക്ക് നമുക്ക് പോകണം. ഇപ്പോഴും പലയിടങ്ങളിലും പോളിംഗ് നടക്കുകയാണ്. 86% ബൂത്തുകളിലും പോളിംഗ് അവസാനിച്ചിരിക്കുന്നുവെന്നാണ് കണക്കുകൾ നമ്മളോട് പറയുന്നത്. ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് 184 ബൂത്തുകളിൽ ഇപ്പോൾ മിക്കവാറും എല്ലായിടങ്ങളിലും പോളിംഗ് അവസാനിച്ചിരിക്കുന്നു. വളരെ കുറച്ചിടങ്ങളിൽ മാത്രമേ ഉള്ളൂ ഇനി പോളിംഗ് അവസാനിക്കാനെന്നാണ് കണക്കുകൾ പറയുന്നത്. 10% താഴെ ബൂത്തുകളിൽ മാത്രമേ ഉള്ളൂ. അതായത് ഇനി ഒരു 1000-ഓ 1500-ൽ താഴെ വോട്ടർമാർ മാത്രമേ വോട്ട് രേഖപ്പെടുത്താനുള്ളൂ വിവിധ ബൂത്തുകളിൽ നിന്നാണ്. അതായത് 1,40,000-ലേക്ക് മാത്രമായിരിക്കും പോളിംഗ് എത്തുക. കഴിഞ്ഞ തവണ 1,42,000 ആയിരുന്നുവെങ്കിൽ 2021-ലെ പോളിംഗ് ശതമാനത്തേക്കാൾ കുറഞ്ഞ പോളിംഗ് ശതമാനമായിരിക്കും ഇക്കുറി ഉണ്ടാവുക എന്നത് ഏറെക്കുറെ ഉറപ്പുമാണ്. അല്ലമീൻ ചേരുന്നുണ്ട് നമുക്കൊപ്പം. അല്ലമീൻ ഇപ്പോൾ ഉള്ളത് UDF ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിലാണ്. അല്ലമീൻ, ഇപ്പോൾ CPM ക്ലെയിം ചെയ്യുന്നു തങ്ങൾ പാലക്കാട് പിടിച്ചെടുക്കും. BJP-യുടെയും സംസ്ഥാന അധ്യക്ഷന്റെ സ്റ്റേറ്റ്മെന്റ് ഫേസ്ബുക്കിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. എന്താണ് UDF ക്യാമ്പിലെ ആത്മവിശ്വാസം? നമ്മൾ ആ പ്രതികരണത്തിനാണ് അരുൺ കാത്തു നിൽക്കുന്നത്. അല്പസമയത്തിനകം ഷാഫി പറമ്പിലും VK ശ്രീകണ്ഠൻ MPയും രാഹുൽ മാങ്കൂട്ടത്തിലും മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും അവർ ബൂത്ത് തലങ്ങളിൽ നിന്നുള്ള കണക്കുകൾ കൂടി ശേഖരിച്ചിട്ടായിരിക്കും അതുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളെ കാണുക. സമയം അറിയിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനു മുമ്പൊക്കെ നടത്തിയ പ്രതികരണങ്ങളിൽ തികഞ്ഞ ആത്മവിശ്വാസം അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. നേരത്തെ മുതൽ തന്നെ ആ നിലയിലാണ് അവർ പ്രതികരണങ്ങൾ നടത്തിയിരിക്കുന്നതും. വലിയ പ്രതീക്ഷ പുലർത്തുന്ന പിരായിരി പഞ്ചായത്തിൽ ഉൾപ്പെടെ വലിയ വോട്ട് ഷെയർ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ പെർസെൻറ്റേജ് ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം തങ്ങൾക്ക് അനുകൂലമാകുമെന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, അരുൺ ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്, നമ്മൾ ചോദിച്ചിരുന്നു ഈ പോളിംഗ് പെർസെൻറ്റേജ് എത്രത്തോളം പ്രതീക്ഷിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ രാഹുൽ പറഞ്ഞത്, പോളിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞാൽ, പോളിംഗ് ശതമാനം കുറഞ്ഞാൽ UDF-ന്റെ ഭൂരിപക്ഷം കുത്തനെ കൂടുമെന്നുള്ളതായിരുന്നു രാഹുലിൻ്റെ പ്രതികരണം. ഭൂരിപക്ഷം കൂടിക്കഴിഞ്ഞാലും ഒരു കംഫർട്ടബിൾ മെജോറിറ്റിയിൽ വിജയിക്കും, പക്ഷേ ഭൂരിപക്ഷം കുറച്ച് കുറയാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതായിരുന്നു രാഹുൽ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പോളിംഗ് പെർസെൻറ്റേജ് താരതമ്യേന കുറവാണ്, അല്ലെങ്കിൽ ആ നിലയിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതും അവർ അനുകൂലമായി തന്നെയായിരിക്കും പറയുക. ഇനി ഏതായിരുന്നാലും അവരുടെ പ്രതികരണം നമ്മൾ കാത്തിരിക്കുകയാണ്. പല വിഷയങ്ങളുണ്ടെന്നപ്പോൾ ഏറ്റവും ഒടുവിൽ ഉയർന്നു വന്ന സംഘർഷ അന്തരീക്ഷമൊക്കെ വിഷയമായിട്ടുണ്ട്. അതുൾപ്പെടെയുള്ള കാര്യങ്ങളിലായിരിക്കും അവർ പ്രതികരിക്കുക. ബൂത്തുകളൊക്കെ സന്ദർശിച്ചതിന് ശേഷം ഇരുവരും ഫ്രഷ് ആവാനായിട്ട് പോയിരിക്കുകയാണ്. അതിനുശേഷം ഈ നേതാക്കൾ ഒരു കൂടിയാലോചന നടത്തിയതിന് ശേഷമായിരിക്കും മാധ്യമങ്ങളെ കാണുക. സമയം അറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അതിനായി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ കാത്തിരിക്കുകയാണ്. അതിലും രാവിലെ മുതൽ ഈ വോട്ടെടുപ്പ് അവസാനിക്കുന്നത് വരെയുള്ള പ്രതികരണങ്ങളിലെല്ലാം വലിയ ആത്മവിശ്വാസം അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. കണക്കുകൾ വെച്ചുള്ള ഒരു ആത്മവിശ്വാസം, അല്ലെങ്കിൽ കണക്കുകൾ വെച്ചുള്ള ഒരു പ്രതീക്ഷയുടെ കാര്യത്തിലേക്ക് അവർ എത്രത്തോളം കടക്കുമെന്ന് അവിടെ പ്രതികരണത്തിലേക്ക് പോയതിനു ശേഷമായിരിക്കും മനസ്സിലാവുക. അത് ബൂത്ത് തലങ്ങളിൽ നിന്ന് പ്രാദേശിക അടിസ്ഥാനത്തിൽ നിന്നുള്ള കണക്കുകളും വോട്ട് പെർസെൻറ്റേജും ഒക്കെ ശേഖരിച്ചതിന് ശേഷമായിരിക്കും അത്തരത്തിലൊരു പ്രതികരണത്തിലേക്ക് അവർ പോവുക. ഇപ്പോൾ ഔദ്യോഗികമായി ഈ വോട്ടെടുപ്പ് സമയം കഴിഞ്ഞെങ്കിലും ഔദ്യോഗികമായി ഒരു പ്രതീക്ഷ പങ്കുവെക്കുന്ന സാഹചര്യത്തിലേക്ക് നേതൃത്വം എത്തിയിട്ടില്ല.